ഹായ് ഫ്രണ്ട്സ്. കഴിഞ്ഞ ഭാഗം എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് അടുത്ത ഭാഗത്തിലേക്ക് പോയാലോ? കഴിഞ്ഞ ഭാഗത്തിൻ്റെ അവസാനത്തിൽ ധ്രുവാൻഷു സിനിമോന് ഫീൽഡ് ചെയ്യാനുള്ള സെൻസ് കൊടുക്കുന്നതായിരുന്നു കാണിച്ചത്. പിറ്റേ ദിവസം രാവിലെ ഇങ്ങനെ ധ്രുവാൻഷു എണീച്ച് നോക്കുന്ന സമയത്ത് അവന് ഒന്നും തന്നെ ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. കൈയുണ്ടോ കാലുണ്ടോ എന്ന് പോലും മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. ബെഡ്ഷീറ്റൊക്കെ എടുത്ത് മാറ്റാൻ നോക്കുന്ന സമയത്ത് അതുപോലും അവൻ അറിയണ്ടാവില്ല. അങ്ങനെ പുറത്തുനിന്ന് എന്തോ ഒരു സൗണ്ടൊക്കെ കേൾക്കും. ഓ, ഇതാരാ ചെയ്തതെന്നൊക്കെ പറഞ്ഞിട്ട് ഉറക്കെയുള്ള ശബ്ദം കേൾക്കുമ്പോൾ ധ്രുവൻഷു ആണെങ്കിൽ അതറിയാൻ വേണ്ടി പുറത്തേക്ക് പോകാൻ നോക്കും. ആ സമയത്ത് കാല് നിലത്ത് കുത്തുമ്പോൾ അവന് അതുപോലും ഫീൽ ചെയ്യാൻ പറ്റാണ്ട് വീഴാനൊക്കെ പോവും. അങ്ങനെ മെല്ലെ ആടി ആടി എങ്ങനെയൊക്കെയോ നടന്ന് വാതിൽ തുറക്കാൻ നോക്കും. ആ സമയത്ത് വാതിൽ പിടിക്കുമ്പോൾ അതവിടെ ഉണ്ടോ ഇല്ലയെന്ന് അറിയാത്തതുകൊണ്ട് പൊട്ടിച്ചെടുത്തിട്ടാണ് പുറത്തേക്ക് വരുന്നത്. ആ സമയത്ത് അവൻ്റെ അസിസ്റ്റൻറ്റ് വന്നിട്ട് ഇവിടെ വലിയൊരു എലി എന്തോ വന്നു എന്ന് തോന്നുന്നു, എല്ലാ സാധനങ്ങളും തട്ടിയിട്ട് പോയിരിക്കുകയാണ് എന്നൊക്കെ പറയും. തുബാൻഷുവിനാണെങ്കിൽ അപ്പം തന്നെ മനസ്സിലാവും ഇത് സീമുവിൻ്റെ പണിയായിരിക്കും എന്ന്. അവൻ എങ്ങനെയൊക്കെയോ തപ്പി തടഞ്ഞ് ഒടുവിൽ സീമുവിൻ്റെ അടുത്തെത്തും. ആ സമയത്താണെങ്കിലോ സീമു ഒരു മാൽക്കുട്ടീനൊക്കെ പിടിച്ച് നിന്നിട്ട് ഓ, ഇത് എന്ത് സോഫ്റ്റാ, വെറുതല്ല ഈ മനുഷ്യന്മാർക്കൊക്കെ പെട്ടെന്ന് സമയം പോണത്, ഇവർക്ക് എന്തൊക്കെയാണ് ഫീൽ ചെയ്യാൻ കഴിയുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരിക്കും. ധ്രുവാൻഷുവാണെങ്കിൽ അവളുടെ അടുത്തേക്ക് വന്നിട്ട് നമുക്ക് മാർക്കറ്റിലേക്ക് പോകാമെന്നൊക്കെ പറഞ്ഞിട്ട് അവളെയും കൂട്ടിക്കൊണ്ടുപോകും. സീമ അവനെ മാർക്കറ്റിൽ പോയിട്ട് അവളുടെ ഫ്രൂട്ട്സും വെജിറ്റബിൾസൊക്കെ എടുത്തിട്ട് ഒക്കെ പൊട്ടിച്ചൊക്കെ നോക്കുകയാണ്. ധ്രുവാൻഷു ആ സമയത്ത് നടക്കാൻ പോലും പറ്റാതെ അവിടെയുള്ള സാധനങ്ങളിലും ആളുകളെയൊക്കെ തട്ടിയിട്ട് എങ്ങനെയൊക്കെ അവളുടെ പിന്നാലെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ടാവുക. സീമ ഈ ഫ്രൂട്ട്സൊക്കെ പൊട്ടിച്ചിട്ടിട്ട് അവളവിടെ നിന്ന് പോകും. ധ്രുവാൻഷു അവളുടെ പിന്നാലെ നടന്ന് അതിനൊക്കെ പൈസ കൊടുക്കും. അങ്ങനെ അവൾ ഈ ജെയ്ഡൊക്കെ വിൽക്കുന്ന ഒരു കട ഉണ്ടല്ലോ, അവിടെ പോയിട്ട് അതും എടുത്ത് പൊട്ടിക്കും. ഓ, ഇവളിത് എന്തൊക്കെയാണ് ഈ ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ട് ധ്രുവാൻഷു ആണെങ്കിൽ ഇങ്ങനെ അവൾ കാട്ടിക്കൂട്ടനൊക്കെ കണ്ട് ചിരിയോടെ അവളുടെ പിന്നാലെ ഇങ്ങനെ നടക്കായിരിക്കും. ആ സമയത്തുണ്ടല്ലോ സീമ ഒരു കാറ്റാടിയൊക്കെ പിടിച്ചിട്ട് ഇങ്ങനെ വട്ടം കറങ്ങി ഇങ്ങനെ പറത്തിക്കൊണ്ടിരിക്കുകയായിരിക്കും. ഇവളിപ്പോൾ കിട്ടിയ ലൈഫ് എന്തായാലും നന്നായി എൻജോയ് ചെയ്യുകയാണെന്നൊക്കെ ധ്രുവാൻഷു മനസ്സിൽ വിചാരിക്കും. ആ സമയത്ത് തന്നെ ആയിരിക്കും അവൾ വീഴാൻ പോവുക. ധ്രുവാൻഷു ആണെങ്കിൽ വന്നിട്ട് കറക്റ്റായിട്ട് അവളെ വീഴാണ്ട് പിടിക്കും. സീമു, നീ സൂക്ഷിക്കണം, ഇല്ലെങ്കിൽ നിനക്ക് മുറിവ് പറ്റും എന്നൊക്കെ അവൻ പറയും. ആ സമയത്തായിരിക്കും നേരത്തെ ഒരു മാർഷലിനൊക്കെ പറഞ്ഞിട്ടുണ്ടാവില്ലേ, അയാൾ വരുന്നുണ്ടാവാം. ധ്രുവാൻഷുവിന് പരിക്ക് പറ്റിയതുകൊണ്ട് ആണ് ഞങ്ങൾ വന്നതെന്നൊക്കെ പറഞ്ഞിട്ട് അവൻ്റെ ആളുകൾ അയാളെ സ്വാഗതം ചെയ്യും. ആ ഷിയാനും ഉണ്ടാവും അടുത്ത്. അവനും അയാളെ സ്വാഗതം ചെയ്യുമ്പോൾ അയാൾക്ക് എന്തോ ഷിയാനോട് കുറച്ച് ഇഷ്ടക്കൂടുതലുണ്ട് തോന്നുന്നു. അങ്ങനെ എന്നാൽ ശരി നമുക്ക് ക്യാമ്പിലേക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് അവരെല്ലാവരും കൂടെ ക്യാമ്പിലേക്ക് പോകും. ആ സമയത്തായിരിക്കും ധ്രുവാൻഷു അയാളെ കാണാൻ വരിക. ഓ, നിൻ്റെ ഷീൽഡ് കാണാൻ നല്ല ഭംഗിയുണ്ടല്ലോ എന്ന് അയാൾ പറയുമ്പോൾ ധ്രുവാൻഷു എനിക്ക് നന്നായിട്ട് മുറിവ് പറ്റിയതായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ എത്രയും നേരം വരാതിരുന്നതെന്നൊക്കെ പറയും. അതൊന്നും കുഴപ്പമില്ല, നീ ഇപ്പോൾ ഞാൻ പറയുന്ന ഒരു സ്ഥലത്തേക്ക് പോയിട്ട് ഒറ്റയ്ക്ക് കുറച്ച് ദിവസം അവിടെ താമസിക്കണമെന്ന് പറയും. അവിടേക്ക് പോകുന്നത്ര നല്ലതല്ല, ആ സ്ഥലവും അത്ര നല്ലതല്ല എന്നൊക്കെ ധ്രുവാൻഷു പറയുമ്പോൾ ആ മാർഷലാണെങ്കിൽ അതൊന്നും പറ്റില്ല എന്ന് പറയും. ഞാനിപ്പോൾ അങ്ങോട്ട് പോയാൽ ശരിയാവില്ല എന്ന് വീണ്ടും ധ്രുവാൻഷു പറയുമ്പോൾ അതൊന്നും പ്രശ്നമില്ല, നിൻ്റെ കൂടെ ഒരു പെണ്ണില്ലേ, ഈ കാലാവസ്ഥയൊക്കെ പറയുന്നത്, അവൾ എന്നെ സഹായിക്കില്ലേ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല, അവളൊരിക്കലും നിങ്ങളെ സഹായിക്കില്ല എന്ന് പറയും. എന്നോട് ഇങ്ങനെ പറയാൻ മാത്രം അവൾക്ക് ധൈര്യമുണ്ടോ, അവളെ ഇങ്ങോട്ട് വിളിച്ചിട്ട് കൊണ്ടുപോകാമെന്ന് പറയും. ടീമാണെങ്കിൽ ഈ സമയത്ത് കുറേ തുണികളൊക്കെ എടുത്തിട്ട് അതൊക്കെ ഇങ്ങനെ ഫീൽ ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. കോട്ടണും സാറ്റിനും സിൽക്ക് എന്നൊക്കെ പറഞ്ഞിട്ട്. ആ സമയത്ത് ചെറിയ കുട്ടി വന്നിട്ട് ചേച്ചീനെ ആ മാർഷൽ വിളിക്കുന്നുണ്ടെന്ന് പറയും. സീമോ അങ്ങനെ അയാളുടെ അടുത്തേക്ക് വന്നിട്ട് നമസ്കാരം എന്നൊക്കെ പറയും. നീ എനിക്ക് വേണ്ടി ഒരു സഹായം ചെയ്യുമോ എന്ന് ചോദിക്കുമ്പോൾ സീമ ആണെങ്കിലോ ഏയ് ഇല്ല, ഞാൻ ധ്രുവൻഷിനു അല്ലാതെ മറ്റാർക്കും സഹായം ചെയ്യില്ല എന്ന് പറയും. അതെന്താ നീ അങ്ങനെ പറഞ്ഞത്, ഞങ്ങൾ നിങ്ങൾക്കുള്ള ഫുഡെല്ലാം കൊണ്ടുവരാൻ വൈകിയത് കൊണ്ടാണ് എന്ന് ചോദിക്കുമ്പോൾ അതും ഒരു കാരണമാണ്, പക്ഷേ ഞാൻ ധ്രുവൻഷിനല്ലാതെ മറ്റാർക്കും സഹായം ചെയ്യില്ല എന്ന് അവൾ വീണ്ടും പറയും. ഞാൻ നിനക്കൊരു പ്രമോഷൻ തരാം, ആ പ്രമോഷൻ ഉപയോഗിച്ചിട്ടെങ്കിലും നിനക്കെന്നെ സഹായിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല, അത് പറ്റില്ല, ഞാൻ വേറെ ആരെയെങ്കിലും സഹായിച്ചാൽ അത് പ്രശ്നമാവും, എനിക്ക് ധ്രുവാൻഷുവിനെ മാത്രമേ സഹായിക്കാൻ കഴിയുള്ളൂ എന്ന് പറയുമ്പോൾ മാർഷൽ അയാളുടെ കൂടെയുള്ള ഒരാളിനെ അവളെ തല്ലാനായിട്ട് പറഞ്ഞു വിടും. ആ സമയത്ത് ധ്രുവാൻഷു വേഗം വന്നിട്ട് അവളെ സഹായിക്കും. സീമു ആ സമയത്ത് പേടിച്ച് പോലെ ബോധം കെട്ടാണ്ട് വീഴും. കണ്ടില്ലേ മാർഷൽ, ഇവൾ എനിക്കല്ലാതെ മറ്റാർക്കും സഹായം ചെയ്യില്ല എന്ന് പറഞ്ഞിട്ട് ധ്രുവാൻഷു അവളെ അവിടെ നിന്ന് എടുത്തിട്ട് പോകും. ചെറിയ കുട്ടിക്ക് അത് കണ്ട് നല്ല സന്തോഷം വരും. ധ്രുവാൻഷുവിൻ്റെ കൂടെയുള്ള ആൾക്കാർക്കും അത് കണ്ട് ചിരി വരും. എന്തൊരു അഹങ്കാരമാണ് അവർക്ക് എന്ന് അവിടെയുള്ള ആളുകളൊക്കെ പറയുമ്പോൾ കുഴപ്പമില്ല, നമുക്ക് നല്ല സമയം വരുമെന്ന് മാർഷലും പറയും. അങ്ങനെ അവർ പുറത്തെത്തി കഴിയുമ്പോൾ സീമ അവനോട് താഴെ നിർത്താൻ പറയും. ഇപ്പം നമ്മളെല്ലാവരും കണ്ടില്ലേ, അതുകൊണ്ട് ഞാൻ നിന്നെ റൂമിൽ കൊണ്ടുപോയി കിടത്താമെന്ന് അവൻ പറയും.
10 ദിവസം കഴിയട്ടെ, നിന്നെ ഞാൻ ശരിയാക്കുമെന്ന് സീമ അവനെ ഭീഷണിപ്പെടുത്തും. അങ്ങനെ അവള് മെല്ലെ ഉറങ്ങുകയും ചെയ്യും. നീ ഇപ്പോൾ ഒരു മനുഷ്യനായതുകൊണ്ട് തന്നെ നല്ല ഉറക്കമൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് നന്നായി ഉറങ്ങുക എന്നൊക്കെ പറഞ്ഞിട്ട് ധുവാൻഷു ആണെങ്കിലോ അവളെ ബെഡിൽ കൊണ്ടുപോയി കിടത്തും. അങ്ങനെ രാത്രി ആ ഷിയാനുണ്ടല്ലോ മാർഷലിനെ കാണാനായിട്ട് വരും. ധുവാൻഷു പറഞ്ഞ സ്ഥലത്തേക്ക് നിങ്ങൾ അവനെ പറഞ്ഞു വിട്ടോ? അവിടെ നല്ല പ്രശ്നമൊക്കെയുള്ള സ്ഥലമാണ്. ഇനിയിപ്പോൾ അവൻ അവിടെ പോയിട്ട് ജയിച്ചു എന്ന് വിചാരിക്കുക. അപ്പോൾ അതിൻ്റെ പേര് കിട്ടുക നിങ്ങൾക്കായിരിക്കും. ഇനി അവൻ അവിടെ പോയിട്ട് മരിക്കുകയാണെങ്കിൽ ചെയ്തെങ്കിലും കുഴപ്പമില്ല. അതല്ല അവൻ്റെ തീരുമാനമാണെന്ന് പറഞ്ഞിട്ട് അവന് തന്നെ പ്രശ്നമായിക്കോളും. എന്താ ഞാൻ പറഞ്ഞത് ശരിയല്ലേ എന്ന് ഷിയാൻ ചോദിക്കുമ്പോൾ, ആ നീ പറയുന്നത് ശരിയാണ് എന്നൊക്കെ അയാളും പറഞ്ഞു. ഈ സമയത്ത് സീമ ഒരു സ്വപ്നം കാണുമായിരിക്കും. അതിൽ അവളുടെ അച്ഛനും അമ്മയോട് ഒരുമിച്ച് നിൽക്കുമ്പോൾ അച്ഛൻ അങ്ങനെ പാട്ടൊക്കെ പാടിക്കൊടുക്കുകയായിരിക്കും. ആ സമയത്ത് സീമ അവരുടെ അടുത്തേക്ക് ഓടി വരും. അവളുടെ അമ്മയാണെങ്കിൽ അവളങ്ങനെ ചേർത്ത് പിടിക്കും. അച്ഛൻ ഈ പാട്ട് പാടുന്നതൊക്കെ തെറ്റല്ലേ എന്ന് ചോദിക്കുമ്പോൾ, ആ ശരിയാണ്, നിന്റെ അച്ഛൻ പാട്ട് പാടുന്നത് തെറ്റ് തന്നെയാണ്. പക്ഷേ ആ പാട്ടിൽ മുഴുവൻ എന്നോടുള്ള പ്രണയമാണ് എന്നവർ പറയും. ഓരോ പാട്ടിൻ്റെ പിന്നിലും ഒരു പ്രണയം ഉണ്ടാകും എന്നുകൂടി പറയും. നീയും ഇതേപോലെ വലുതായി കഴിയുമ്പോൾ ആത്മാക്കളെയും മനുഷ്യൻ്റെയും ഇടയിൽ ഒരു പാലമായിട്ട് നിന്നിട്ട് എല്ലാവരും സഹായിക്കണം എന്നൊക്കെ അവൻ്റെ അമ്മ പറയും. ഈ സമയത്തായിരിക്കും സീമ പെട്ടെന്ന് കണ്ണു തുറക്കുക. അവളങ്ങനെ കണ്ണു തുറന്ന് നോക്കുമ്പോൾ ധുവാൻഷു ആണെങ്കിൽ അവളുടെ അടുത്ത് തന്നെ ഉണ്ടാവും. അവൾ ആദ്യമായിട്ടായിരിക്കും ഒരു സ്വപ്നമൊക്കെ കാണുക. അവൾ വേഗം എഴുന്നേറ്റ് നിന്നിട്ട് ധുവാൻഷുവിനോട്, എൻ്റെ മൂക്കിൻ്റെ താഴേന്ന് എന്തോ കാറ്റ് പോലെയൊക്കെ തോന്നുന്നുണ്ട് പറയുമ്പോൾ, ഓ അതാണ് സീമു ശ്വാസം വിടുക എന്ന് അവൻ പറയും. അപ്പോൾ ഞാൻ എൻ്റെ അച്ഛൻ്റെ അമ്മയെ ഇപ്പോൾ അടുത്തുള്ള പോലെ കണ്ടല്ലോ എന്ന് പറയുമ്പോൾ, ഓ അത് ഈ മനുഷ്യരൊക്കെ സ്വപ്നം കാണുന്നതെന്ന് പറയും. ഓ അങ്ങനെയൊക്കെ സ്വപ്നം കാണാൻ പറ്റുമോ എന്ന് അവൾ ചോദിക്കും. ആ അതൊക്കെ പറ്റും എന്നവൻ പറയുമ്പോൾ, അല്ല നീ എന്തിനാ ഇങ്ങോട്ട് വന്നതെന്ന് അവൾ ചോദിക്കും. അതോ ഞാൻ ഉറങ്ങുന്ന സമയത്ത് എനിക്ക് ഫീലൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ പേടിച്ചിട്ട് ഞാൻ നിൻ്റെ അടുത്തെങ്കിലും വന്നിരിക്കാമെന്ന് വെച്ച് വന്നാന്നൊക്കെ അവൻ പറയും. അപ്പോൾ സീമ ആണെങ്കിലോ, എൻ്റെ അച്ഛനും അമ്മയും ഒക്കെ എന്നെ തൊടുന്നതൊക്കെ മനസ്സിലാക്കാൻ പറ്റിയെന്ന് അവൾ പറയും. സീമു നീ സ്വപ്നത്തിൽ നിന്ന് പുറത്തേക്ക് വാ എന്നൊക്കെ പറഞ്ഞിട്ട് അവളുടെ മുഖത്തൊക്കെ അവൻ തട്ടാൻ തുടങ്ങും. ആ സമയത്ത് നിന്റെ മരണം നിന്റെ കൈ കൊണ്ട് തന്നെ നീ പിന്നെയും പിന്നെയും ഉറപ്പിക്കുകയാണെന്ന് അവൾ ഭീഷണിയോടെ പറഞ്ഞിട്ട് കിടക്കും. ആ സമയത്ത് തുവാൻഷു അവളുടെ കൈ പിടിക്കുമ്പോൾ, ഓ ഇവൻ്റെ കൈയൊക്കെ നല്ല സോഫ്റ്റ് ആണല്ലോ, അതേപോലെ തന്നെ ഇവനും ശരിക്കും സോഫ്റ്റ് ആണെന്നൊക്കെ അവൾ മനസ്സിൽ വിചാരിക്കും. അങ്ങനെ പിറ്റേ ദിവസം അവൻ അവൾക്ക് വേണ്ടി കുറേ ഫുഡൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടാവും. ധുവാൻഷു ആണെങ്കിലോ അവൾക്കത് കൊടുത്തിട്ട്, ഇതാണ് തോഫു, ഇത് നല്ല സ്റ്റിക്കിയാണ്, അതുകൊണ്ട് നീ ചോപ്പ് സ്റ്റിക്ക് ഉപയോഗിച്ച് വേണം കഴിക്കാൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോന്നും അവൾക്ക് എടുത്തു കൊടുക്കും. അവളാണെങ്കിലും അത് കഴിച്ച് നോക്കിയിട്ട്, ആ ഇതിന് നല്ല രസമുണ്ട് എന്നൊക്കെ പറയും. ഈ സമയത്ത് ആ ചെറിയ കുട്ടിയുണ്ടല്ലോ സീമുന് കൊടുക്കാൻ വേണ്ടിയിട്ട് ഏതോ ഒരു കായയുടെ ഉള്ളിൽ നിന്ന് അതിന് തോലൊക്കെ കളഞ്ഞിട്ട് ഒരു സീഡൊക്കെ എടുത്തിട്ട് കൊണ്ടുവരികയായിരിക്കും. ഇത് മാത്രമല്ല ചേച്ചി കഴിക്കൂ എന്നൊക്കെ പറഞ്ഞിട്ട്. ആ സമയത്ത് അവൻ വന്ന് നോക്കുമ്പോൾ സീമു ആണെങ്കിൽ ഇവിടെ ഇരുന്ന് നല്ല ഫുഡൊക്കെ കഴിക്കലാ. അവള് അങ്ങനെ കഴിക്കുന്നത് കണ്ടതും, ചേച്ചി എൻ്റെ കൂടെ ഉള്ളപ്പോൾ ഒന്നും കഴിക്കാറില്ലല്ലോ, ഇപ്പം എങ്ങനെയാ ഇവിടെ ഇരുന്നിട്ട് ഇത്രയും ഫുഡൊക്കെ കഴിക്കുന്നത് അവൻ മനസ്സിൽ വിചാരിക്കും. ആ സമയത്ത് ധുവാൻഷു അവനെ കണ്ടിട്ട്, നീ ഇങ്ങോട്ട് വാ ഇവിടെ ഇരുന്ന് കഴിക്കാന്നൊക്കെ പറഞ്ഞിട്ട് അവനെ വിളിക്കും. ആ ചെറിയ കുട്ടി ഇങ്ങനെ നോക്കുന്ന സമയത്ത് ഇവർ രണ്ടുപേരും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും ഫുഡൊക്കെ കൊടുത്തിട്ട് കഴിക്കുകയായിരിക്കും. അത് കണ്ടിട്ട് ഇഷ്ടപ്പെടാണ്ട് ആ ചെറിയ കുട്ടി അവിടുന്ന് പോവുകയും ചെയ്യും. അങ്ങനെ ധുവാൻഷു ആൾക്കൊരു ഗിഫ്റ്റൊക്കെ കൊടുക്കും. സീമ തൊട്ട് നോക്കിയിട്ട്, ഇതൊക്കെ നന്നായിട്ടുണ്ട്, ഇനി നീ എനിക്കിങ്ങനെ എപ്പോഴും ഗിഫ്റ്റൊന്നും തരാൻ നിൽക്കരുതെന്നൊക്കെ അവൾ പറയും. അതുമല്ല നീ ഇനി പോകാൻ പോകുന്ന ഗ്രാമം അവിടെ കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും എന്നവൾ പറയുമ്പോൾ, ഓ എൻ്റെ മേലിൽ ഇത്രയ്ക്ക് സ്നേഹമൊക്കെ ഉണ്ടോ, അതോർത്ത് എന്തായാലും നീ ടെൻഷൻ ആവേണ്ട, ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞിട്ട് അവൻ അവിടെ നിന്ന് പോവും. ഈ സമയത്ത് അവിടെ എന്തൊക്കെയോ ഒരു ഫെസ്റ്റിവലാണെന്ന് തോന്നുന്നു. ഒരു പോത്തിനെ പോലെ എന്തൊക്കെയോ ഉണ്ടാക്കിയിട്ട് അതെല്ലാവരും കൂടി കൊണ്ടുപോയിരിക്കും. ആ സമയത്ത് ചെറിയ കുട്ടി അങ്ങോട്ട് വന്നിട്ട്, ചേച്ചി ഇന്നിവിടെ ആഘോഷമല്ലേ, അങ്ങോട്ട് പോകുന്നുണ്ടോ ചോദിക്കുമ്പോൾ, ആ ഞാനും അതിന് പോകാൻ വേണ്ടി തന്നെയാണ് നിൽക്കുന്നതെന്ന് അവൾ പറയും. അപ്പോൾ എന്നെ വിളിക്കുന്നില്ലേ എന്ന് അവൻ വിഷമത്തോടെ ഇങ്ങനെ മനസ്സിലാലോചിക്കും. ഓ നിന്റെ കണ്ണ് കാണാ ഉണ്ട കണ്ണു പോലെയുണ്ട്, വായോ നമുക്ക് ഒരുമിച്ച് പോകാം എന്നൊക്കെ പറഞ്ഞിട്ട് അവനെയും കൂട്ടിക്കൊണ്ട് പോകും. അങ്ങനെ അവർ പോയിക്കൊണ്ടിരിക്കുന്നതിടയിൽ കുറേ ആളുകൾ വരുന്ന സമയത്ത് ആ ചെറിയ കുട്ടിയും സീമും ഇങ്ങനെ വേറെ വേറെ സ്ഥലത്തെത്തും. ചെറിയ കുട്ടിയാണെങ്കിലോ എവിടെയാണ് എത്തിയെന്ന് അറിയാത്തതുകൊണ്ട് അവിടെ വേഗം പോകാൻ നോക്കുന്ന സമയത്ത് അവൻ എത്ര നടന്നിട്ടും അവിടെ നിന്ന് പോകാനേ കഴിയില്ല. അതുകൊണ്ട് തന്നെ പേടിച്ചിട്ട് ഇങ്ങനെ ഓടാൻ തുടങ്ങും. ആ സമയത്ത് ഇങ്ങനെ നിന്റെ കൂടെയുള്ളത് ശരിക്കുമുള്ള സീമു അല്ല, അവൾ ഫേക്കാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ വെക്കോ പോലെ ഇങ്ങനെ സൗണ്ട് കേട്ടുകൊണ്ടേയിരിക്കും. ആ കുട്ടിയാണെങ്കിൽ എല്ലാവരും രക്ഷിക്ക് രക്ഷിക്കുക എന്ന് പറഞ്ഞിട്ട് ഉറക്കെ കരഞ്ഞുകൊണ്ടിരിക്കും. ഈവ അങ്ങനെ ഫെസ്റ്റിവലിനവിടെ നിൽക്കുന്ന സമയത്തായിരിക്കും ആ ചെറിയ കുട്ടീനെ കാണാനില്ലല്ലോ എന്ന് മനസ്സിലാവുക. അവള് അവനിന്നിപ്പോൾ അവിടെ എവിടെയെങ്കിലും ഉണ്ടാവും എന്നൊക്കെ വിചാരിച്ചിട്ട് അവളത് കണ്ടുകൊണ്ടിരിക്കും. അപ്പോൾ നേരത്തെ കൊണ്ടുവന്ന പോത്തില്ലേ,
അതിലിങ്ങനെ ചാട്ടവാറൊക്കെ വെച്ച് അടുക്കിയിരിക്കും. ആ സമയത്ത് അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ ഒരു കരച്ചിൽ കേൾക്കുന്ന പോലെ തോന്നും. സീമ ശ്രദ്ധിച്ചു നോക്കിയപ്പോൾ അത് ആ ചെറിയ കുട്ടിയുടെ സൗണ്ട് പോലെയായിരിക്കും. അവൾ നിർത്ത് നിർത്ത് എന്നൊക്കെ പറയുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്ന മന്ത്രവാദി പോലുള്ള ഒരാൾ ഇതിനുള്ളിൽ ഒരു ആത്മാവുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ 2 അടി കൂടി കൊടുക്കും. അപ്പോൾ ആ ചെറിയ കുട്ടിയാണല്ലോ കരഞ്ഞിട്ട് താഴേക്ക് വീഴും. സീമു ഓടിപ്പോയിട്ട് അവനെ എണീപ്പിക്കും. അപ്പോഴാണ് അവന് പഴയ കുറച്ച് കാര്യങ്ങളൊക്കെ ഓർമ്മ വരിക. അതെന്താന്ന് വെച്ചാൽ ഒരു ഫേക്കായ സീമ വന്നിട്ട് നമ്മൾ ശരിക്കുള്ള സീമ ഉണ്ടല്ലോ അവളെ കുത്തി കൊല്ലണ പോലെ ആയിരിക്കും ആ കുട്ടിക്ക് ഓർമ്മ വരിക. അങ്ങനെ അവർ വീട്ടിൽ വന്നു കഴിയുമ്പോൾ സീമു അവനോട് ഇനി നീ എപ്പോഴും പുറത്തേക്ക് പോകരുത്, ഇവിടെ തന്നെ നിൽക്കണം എന്നൊക്കെ കുറച്ച് ദേഷ്യത്തോടെ പറയും. അതൊക്കെ കേട്ടിട്ട് ഇതെൻ്റെ ശരിക്കുമുള്ള ചേച്ചിയല്ലേ എന്ന് അവനിങ്ങനെ സംശയം തോന്നും. ഈ സമയത്ത് ആ മാർഷൽ തുവാൻഷുവിനെ വിളിച്ചിട്ട് നീ പറഞ്ഞ സ്ഥലത്തേക്ക് ഇപ്പോൾ തന്നെ പോകണമെന്ന് പറയും. അപ്പോൾ അവിടെയുള്ള ആളുകളൊക്കെ അവനിപ്പോൾ വയ്യാതിരിക്കുകയല്ലേ, ഈ സമയത്ത് തന്നെ പറഞ്ഞു വിടണമെന്ന് ചോദിക്കുമ്പോൾ അതൊന്നും കുഴപ്പമില്ല, ഞാൻ പോയിക്കോളാം എന്ന് പറഞ്ഞിട്ട് ദുവാൻഷു അവിടെ നിന്ന് പോകും. അങ്ങനെ അവ മനസ്സിൽ ഇപ്പോൾ എനിക്ക് സെൻസറുകളൊന്നുമില്ല, അതുകൊണ്ട് ഞാൻ എല്ലാം കെയർഫുള്ളായിട്ട് വേണം ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഒരു തുണിയെടുത്ത് കണ്ണൊക്കെ കെട്ടും. എന്നിട്ട് സൗണ്ടൊക്കെ കേട്ടിട്ട് മെല്ലെ ഇങ്ങനെ നടക്കാൻ തുടങ്ങും. ഈ സമയത്തായിരിക്കും ഇങ്ങനെ മഴ പെയ്യുക. സീമാണെങ്കിലും മഴയൊക്കെ ഇങ്ങനെ ആസ്വദിച്ച് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയായിരിക്കും. ആ സമയത്ത് അവൾ ദുവാൻഷിന് കുടയൊക്കെ കൊണ്ടുവന്ന് കൊടുക്കുന്നുണ്ട്. ഈ മഴയൊക്കെ എന്താ ഇപ്പോൾ ഇത്ര ആസ്വദിക്കാനുള്ളതെന്ന് ദുവാൻഷി ചോദിക്കുമ്പോൾ പിന്നല്ലാതെ ആദ്യം ഇത് മേലിൽ വീഴുമ്പോൾ എന്ത് സോഫ്റ്റാ, പിന്നെ ഇങ്ങനെ മെല്ലെ നനയും, അത് കഴിഞ്ഞ് നല്ല തണുപ്പും. ആദ്യമൊക്കെ എനിക്ക് ഈ മഴ എന്ന് പറയുമ്പോൾ തന്നെ പേടിയായിരുന്നു. പക്ഷേ ഇപ്പോൾ ഞാൻ നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ടെന്നൊക്കെ അവൾ പറയും. നീ പറയുന്നത് കേൾക്കാൻ നല്ല രസമുണ്ടെന്ന് ദുവാൻഷ് പറയുമ്പോൾ എൻ്റെ അച്ഛനും അമ്മയും എനിക്കിത് ഫീൽ ചെയ്യാനൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ടെന്ന് അവളും പറയും. ശരിക്കും നിൻ്റെ അച്ഛനും അമ്മയും വളരെ സോഫ്റ്റായ ആൾക്കാരാണ്. നിനക്ക് പാട്ട് കേൾക്കാൻ കഴിയില്ലെങ്കിലും അവർ നിനക്ക് പാട്ട് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. നിറങ്ങളൊന്നും കാണാൻ കഴിയില്ലെങ്കിലും കോലം വരയ്ക്കാൻ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അവരൊക്കെ സൂപ്പറാണ് എന്ന് ദുവാൻഷ് പറയുമ്പോൾ എനിക്ക് കാറ്റ് ഫീൽ ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞിട്ട് സീമ കുറച്ച് പൊടിയൊക്കെ ഇങ്ങനെ വാരി വിതറും. ദുവാൻഷ് ഇങ്ങനെ അത് തൊട്ട് നോക്കുന്ന സമയത്ത് മര്യാദയ്ക്ക് നീ ജീവനോടെ തിരിച്ചു വരണം എന്ന് പറഞ്ഞിട്ട് സീമ അവിടുന്ന് പോകും. ദിവാൻഷു ആളിങ്ങനെ ചിരിയോടെ നോക്കി നിൽക്കും. ആ സമയത്ത് ആ ചെറിയ കുട്ടിയുണ്ടല്ലോ അവൻ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നത് കണ്ടിട്ട് ശരിക്കുള്ള ലീനയില്ലേ അയാൾ അങ്ങോട്ട് വരും. നീ എന്തിനാ ഇവിടെ വന്നിരിക്കുന്നതെന്ന് ചോദിക്കുന്ന സമയത്ത് നിങ്ങളെപ്പോലെ വീണ്ടും ഒരു ഫേക്ക് അയാൾ വന്നാൽ നമുക്ക് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റുമെന്ന് അവൻ ചോദിക്കും. അതുണ്ടല്ലോ, നമുക്ക് അത്രയ്ക്ക് വേണ്ടപ്പെട്ട ആളാണെങ്കിൽ നമുക്ക് അവരെ ഫീൽ ചെയ്യാൻ പറ്റും. നീ ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ മതി, നിനക്ക് അവരെ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും എന്നൊക്കെ പറഞ്ഞിട്ട് അയാൾ അവിടെ നിന്ന് പോകും. ഈ സമയത്ത് ദുവാൻഷു ആ മറ്റേ സ്ഥലത്തേക്ക് പോയിരിക്കും കേട്ടോ. ആ ഷിയാനും അവനെ കൊണ്ടുവിടാനൊക്കെ വന്നിട്ടുണ്ടാവും. ദുവാൻഷു അവിടെ നിന്ന് പോയി കഴിഞ്ഞതും നേരെ സീമുവിനെ മാർഷലിൻ്റെ അടുത്തേക്ക് കൊണ്ടുവരും. ഇവൾ ശരിക്കുമുള്ള സീമുവല്ല, ഇവളുടെ ശരീരത്തിൽ ഒരു ദുഷ്ടാത്മാവുണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു മന്ത്രവാദി ഇങ്ങനെ സംസാരിക്കും. ഓ, അപ്പോൾ എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നത് ഇതിനാണ് എന്നൊക്കെ ചോദിച്ച് സീമു ചിരിക്കാൻ തുടങ്ങും. ആ സമയത്ത് തന്നെ സീമുവിനെ പോലെ തന്നെ ഒരു പെണ്ണ് അങ്ങോട്ട് വരും. ഞാനാണ് ശരിക്കുമുള്ള സീമു, ഇവൾ വെറും ഫേക്കാണ്, ഇവളെ വെറുതെ വിടരുത് എന്നൊക്കെ പറഞ്ഞിട്ട് ആ പെണ്ണിങ്ങനെ കരയാൻ തുടങ്ങും. ആ സമയത്ത് ആ മന്ത്രവാദി അവളുടെ മുഖത്തേക്ക് എന്തോ ഒരു പൊടി എറിയും. അത് അവളുടെ കണ്ണിക്ക് വന്ന് വീണതും കണ്ണിൻ്റെ ഒറിജിനൽ കളറിലെ നീല അതിങ്ങനെ കാണാൻ തുടങ്ങും. അതോടെ അവിടെയുള്ളവർക്കൊക്കെ മനസ്സിലാവും അവൾക്ക് എന്തോ ഒരു ശക്തിയൊക്കെ ഉണ്ടെന്ന്. ആ സമയത്ത് അവളെ കൊല്ലി എന്ന് മാർഷൽ പറയുമ്പോൾ ദുവാൻഷുവിൻ്റെ അസിസ്റ്റൻ്റ് പെണ്ണുണ്ടല്ലോ അവൾ വന്നിട്ട് അവരെയൊക്കെ എതിർത്ത് വെക്കും. ദുവാൻഷു ഇവളെ സംരക്ഷിക്കണം എന്ന് പറഞ്ഞിട്ടാണ് അവിടെ നിന്ന് പോയത് എന്ന് അവൾ പറഞ്ഞു. എന്നെ നിനക്ക് ഇഷ്ടമല്ല എന്നാ വിചാരിച്ചത്, ഇപ്പോൾ എന്നെ സഹായിക്കുന്നൊക്കെ ഉണ്ടല്ലോ എന്ന് സീമു അവളോട് പറയും. പക്ഷേ സീമുവിനെ അവർ ജയിലിലടയ്ക്കും. ആ ജയിലിന് ചുറ്റുമുണ്ടല്ലോ കുറേ എന്തൊക്കെ മന്ത്രമൊക്കെ എഴുതിയിട്ട് പേപ്പറൊക്കെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ടാവും. ആ സമയത്ത് ആ അസിസ്റ്റൻ്റ് പെണ്ണ് വന്നിട്ട് പറയും, ഞാൻ നിന്നെ ഇവിടുന്ന് പുറത്തെടുക്കാൻ സഹായിക്കാം. നീ എന്നെ സഹായിക്കുമെന്ന് ഞാൻ ഒട്ടും വിചാരിച്ചില്ല എന്ന് സീമു പറയുമ്പോൾ നീയും ഞങ്ങൾക്ക് വേണ്ടി കുറേ സഹായമൊക്കെ ചെയ്തിട്ടില്ലേ, അപ്പോൾ പിന്നെ ഞങ്ങൾ നിന്നെ സഹായിക്കേണ്ടേ എന്നൊക്കെ പറഞ്ഞിട്ട് അവൾ അവിടെ നിന്ന് ജയിലൊക്കെ തുറന്നിട്ട് പുറത്തിറക്കും. സീമു ഇങ്ങനെ കുറച്ച് ദൂരം മുന്നോട്ട് പോയതും എത്ര നാൾ നിങ്ങൾക്ക് എൻ്റെ പുറകിൽ വരാൻ കഴിയും, മുന്നിലേക്ക് വാ എന്ന് പറയുമ്പോൾ ആ ഫേക്കായ സീമു ഉണ്ടല്ലോ അവളും ആ മന്ത്രവാദിയും കൂടി മുന്നിക്കിന് വരും. നീ ഞങ്ങളെ എന്തായാലും ഉപദ്രവിക്കുമെന്ന് ഞങ്ങൾക്കറിയാം, അതുകൊണ്ടാണ് ഇവനെ കൊണ്ടുവന്ന് പറഞ്ഞിട്ട് ആ ചെറിയ കുട്ടീനെ കാണിക്കും. എന്നിട്ട് ആ ഫേക്കായ സീമ ആ കുട്ടിയുടെ അടുത്തേക്ക് വന്നിട്ട് ഞാൻ നിൻ്റെ ചേച്ചിയല്ലേ, അതുകൊണ്ട് ഞാൻ പറയുന്നത് നീ കേൾക്ക്, അവളുടെ കയ്യിലുള്ള ആ ജെയ്ഡ് ടോക്കൺ എടുത്തിട്ട് വാ, അത് എനിക്ക് എൻ്റേതാണ്, എനിക്ക് വാങ്ങിത്താന്നൊക്കെ പറയൂ. അത് കണ്ടിട്ട് ആ ചെറിയ കുട്ടിയാണെങ്കിലോ രണ്ടുപേരെയും കണ്ടിട്ട് ആരാണ് ശരിക്കുള്ളതെന്ന് മനസ്സിലാവാഞ്ഞിട്ട് ആ
ഒറിജിനൽ സീമുവിൻ്റെ അടുത്തേക്ക് വന്നിട്ട് ഇങ്ങനെ ജയിലർ ടോക്കനൊക്കെ എടുക്കും. ആ സമയത്ത് ആ ഫേക്കായ സീമുണ്ടല്ലോ അവൻ്റെ കൈക്ക് ഒരു കത്തി എറിഞ്ഞു കൊടുത്തിട്ട് ഇവളെ കൊല്ലുക, ഇവളെ കൊല്ലുക എന്നൊക്കെ പറയും. ചെറിയ കുട്ടിക്കാണെങ്കിലോ രണ്ടുപേരും അറിയാണ്ട് ഇങ്ങനെ മാറി മാറി നോക്കും. അപ്പോൾ വീണ്ടും ആ ഫേക്കായ സീമു അവളെ ഇപ്പോൾ തന്നെ കൊല്ലു കൊല്ലു എന്നൊക്കെ പറയും. അങ്ങനെ ചെറിയ കുട്ടി എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുന്നത് കാണിച്ചുകൊണ്ടാണ് ഈ പാട്ട് തീരുന്നത്. അപ്പോൾ അടുത്ത പാട്ടിനായി എല്ലാവരും വെയിറ്റ് ചെയ്യണേ. സ്റ്റോറി ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ഇപ്പോഴും വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് കൂടി ചെയ്യണേ.